ഇനി ചിലവിൻ്റെ കാര്യം പറയാം. സാലറീൻ്റെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ചിലവും കൂടെ അറിഞ്ഞിരിക്കണം. നാട്ടിലാണ് ഏറ്റവും ചീപ്പ് നാട്ടിലാണ് കേട്ടോ സാധനങ്ങൾ മേടിക്കാനുള്ളത് തന്നെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൾഫ് കൺട്രീസിലാണ്. ഗൾഫ് കൺട്രീസിൽ ഒരുപാട് പൈസയൊന്നുമില്ല. നമ്മളെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് നമ്മളിവിടെ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പം നമ്മൾ ചിലവ്, കാരണം നമുക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് ഫുഡ് ഇവരുടേത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫുഡ് സ്റ്റൈല് ഫോക്കസ് ചെയ്യുമ്പോൾ അത് മേടിക്കണമെങ്കിൽ അത്രയും പൈസ കൊടുക്കണം എന്നുള്ളത്. പിന്നെ വീടിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്, നാട്ടിൽ സ്വന്തം വീടുള്ള ആൾക്കാരാണെങ്കിൽ റെൻറ്റ് വേണ്ട, ആ പൈസ നമുക്ക് ലാഭമാണ്. അല്ലെങ്കിൽ റെൻറ്റ് എന്തായാലും ഒരു 15,000 12,000 രൂപ കൊടുക്കണം ഒരു നല്ല വീടിന്. അപ്പോൾ ആ പൈസ പോവും. പിന്നെ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ ദുബായിൽ പൈസ കൂടുതലാണ്, ഷാർജയിൽ പൈസ കുറവാണ്. അപ്പോൾ ഒരുപാട് പേര് ഷാർജയിൽ നിന്നിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പം അതിനനുസരിച്ച് പൈസ വ്യത്യാസമുണ്ട്. ഷാർജയിലാണെങ്കിൽ ഒരു 1,500-2,000 പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു 2 ബെഡ്റൂം ഫ്ലാറ്റൊക്കെ കിട്ടും. പക്ഷേ ദുബായിലാണെങ്കിൽ അതിന് എന്തായാലും ഒരു 4,000 to 5,000 ദിർഹംസ് മന്ത്ലി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ആകുമ്പം ഒരു 80,000 അല്ലെങ്കിൽ ഒരു 70,000 to 1 lakh അതാണ് ഓരോ വീടിൻ്റെയും റെൻറ്റ് എന്ന് പറയുന്നത്. വീട്ടിൽ പൈസ കൊടുക്കണം. പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ നോക്കുന്നത്. അങ്ങനെ എവിടെയും സേഫ് അല്ല. നമ്മളെ കയ്യിലല്ലാതെ കുഞ്ഞുങ്ങൾ വേറെ എവിടെയാണെങ്കിലും കുട്ടികൾ സേഫ് അല്ല. പിന്നെ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ 2 ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടിട്ട് നേരെ ഡേ കെയറിലേക്ക് ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും മെയ്ഡ് വീട്ടിലുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും പോവുക. റിലേറ്റീവ്സിൻ്റെ വീടാണെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. പക്ഷേ UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിന് 3 days ആണെങ്കിൽ ബാക്കി 4 days ഉണ്ട്. ഏതെങ്കിലും 3 days ഹസ്ബൻഡിന് ജോലി ചെയ്താൽ വീട്ടിൽ ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുട്ടികളെ നോക്കാനുണ്ട്. അപ്പോൾ കുട്ടികൾ നമ്മുടെ കയ്യിലായിരിക്കും സുരക്ഷിതം എന്നുള്ളതിനെ കൊണ്ട് ഇവിടെയാണ് സുരക്ഷിതത്വം കൂടുതലുള്ളത്. പക്ഷേ ഇവിടുത്തെ സുരക്ഷിതത്വം ഇപ്പം ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികളുണ്ടല്ലോ, കുറച്ച് ലോക്കൽസ്, എല്ലാവരും ഞാൻ പറയത്തില്ല, കുറച്ച് കുട്ടികൾ കുറച്ച് വഷളായിട്ടുള്ള കുട്ടികളാണ്. അവർ ഈ റോഡിനകത്താണ് എപ്പോഴും മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടും മറ്റുള്ളവരെ പരിഹസിച്ചിട്ടും പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിച്ചിട്ടും ഒക്കെ ഏത് സമയം നമ്മൾ കുഞ്ഞുങ്ങൾ എങ്ങനെ ആവരുതെന്ന് ആഗ്രഹിച്ചോ അതേ രീതിയിലാണ് നിൽക്കുന്നത്. ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾ സിഗരറ്റ് വലിക്കുന്നതും മറ്റേ ബാറിൽ പോകുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ആവരുത് എന്ന് വേണം നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട്. പിന്നെ നമ്മളെ ഗ്രോത്ത് അതും കൂടെ പറയണമല്ലോ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നത് ഏത് കൺട്രീസിൽ പോയാലാണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്, ജോലിയിൽ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതൊക്കെ അറബ് കൺട്രീസിൽ പോയാലാണ്. കാരണം അവർ നല്ല വെൽ എക്വിപ്ഡ് അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, എസ്പെഷ്യലി ദുബായ്. അല്ലാതെ നമുക്ക് പഠിക്കാൻ നമ്മുടെ പ്രൊഫഷണലി ഉള്ള ഇതല്ലാതെ നമ്മൾ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ് കേട്ടോ. അവർ ഒരുപാട് കോഴ്സ് നമ്മളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ സെൻഡ് ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. ഇവിടെ MSCയും അത് കഴിഞ്ഞിട്ടുള്ള കുറേ ഡിഗ്രി കോഴ്സസൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, NHS നമ്മളെ സപ്പോർട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കമ്പാരിസൺ ചെയ്തേക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ.